അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വത്തിക്കാനിൽ 100 പുൽക്കൂട് പ്രദർശനം ആരംഭിച്ചു. ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷത്തിന് തിരിതെളിഞ്ഞു. ബൈബിൾ വിതരണം ചെയ്യുന്നതും മതപ്രഭാഷണം നടത്തുന്നതും നിർബന്ധിത മതപരിവർത്തനമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ആദ്യ ശനിയാഴ്ച വണക്കത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. 100ാം വയസ്സിൽ ഒരു മാമോദിസ സ്വീകരണം. വാർത്തകൾ വിശദമായി. വത്തിക്കാനിൽ 100 പുൽക്കൂട് പ്രദർശനം ആരംഭിച്ചു. ഡിസംബർ 8-ാം തീയതി ആരംഭിച്ച പുൽക്കൂട് പ്രദർശനം 2026 ജനുവരി 8-ന് സമാപിക്കും. 32 രാജ്യങ്ങളിൽ നിന്നുള്ള 132 പുൽക്കൂടുകളാണ് പ്രദർശനത്തിലുള്ളത്. പല വിദേശ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള പുൽക്കൂടും പ്രദർശനത്തിലുണ്ട്. ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷത്തിന് തിരിതെളിഞ്ഞു. 2 വർഷത്തിന് ശേഷം ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷത്തിന് തിരിതെളിഞ്ഞു. സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 വർഷമായി ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഡിസംബർ 6-ന് തിരുപ്പിറവി ദേവാലയത്തിന് മുന്നിലുള്ള ഭീമൻ ക്രിസ്മസ് ട്രീ തെളിച്ചതോടെയാണ് ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബൈബിൾ വിതരണം ചെയ്യുന്നതും മതപ്രഭാഷണം നടത്തുന്നതും നിർബന്ധിത മതപരിവർത്തനമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. യുപിയിലെ ക്രൈസ്തവ വിശ്വാസികൾക്കും സുവിശേഷ പ്രഘോഷകർക്കും ആശ്വാസം നൽകിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. ബൈബിൾ വിതരണം ചെയ്യുന്നതും മതപ്രഭാഷണം നടത്തുന്നതും നിർബന്ധിത മതപരിവർത്തനമല്ലെന്നാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അത് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന അവകാശമാണെന്നും കോടതി നിരീക്ഷിച്ചു. പ്രലോഭനം, ബലപ്രയോഗം, വഞ്ചന എന്നിവയിലൂടെ മതം മാറ്റിയാൽ മാത്രമേ അത് നിയമപ്രകാരമുള്ള കുറ്റമാകൂ, കോടതി അറിയിച്ചു. ആദ്യ ശനിയാഴ്ച വണക്കത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. 1925 ഡിസംബർ 10-ന് ലൊററ്റോ മാതാവിന്റെ തിരുനാൾ ദിനത്തിലാണ് പരിശുദ്ധ അമ്മ സിസ്റ്റർ ലൂസിയയ്ക്ക് സ്പെയിനിലെ പോണ്ടർവേദ്ര കോൺവെന്റിൽ പ്രത്യക്ഷപ്പെട്ടതും തുടർച്ചയായ 5 ആദ്യ ശനിയാഴ്ചകളിലെ വണക്കത്തിന് ആവശ്യപ്പെട്ടതും. ആദ്യ ശനിയാഴ്ചകളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നും ജപമാലയിലെ 5 ദശകങ്ങൾ ചൊല്ലണമെന്നും ജപമാലയിലെ 15 രഹസ്യങ്ങളെക്കുറിച്ച് 15 മിനിറ്റ് ധ്യാനിക്കണമെന്നുമായിരുന്നു അന്ന് മാതാവ് സിസ്റ്റർ ലൂസിയയോട് ആവശ്യപ്പെട്ടത്. ഫാത്തിമയിൽ മാതാവ് ദർശനം നൽകിയ 3 ഇടയ ബാലകരിൽ ഒരാളാണ് സിസ്റ്റർ ലൂസിയ. ഫ്രാൻസിസ്കോ 1919-ലും ജസീന്ത 1920-ലും മരണമടഞ്ഞു. ലൂസിയ സ്പെയിനിലെ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ദൊറോത്തി കോൺവെന്റിൽ ചേർന്ന് കന്യാസ്ത്രീയായി. ആ കോൺവെന്റിൽ 20 വർഷത്തോളം സിസ്റ്റർ ലൂസിയ താമസിച്ചു. ഇവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മ സിസ്റ്റർ ലൂസിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയതിന്റെ 8 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മാതാവ് വീണ്ടും സിസ്റ്റർ ലൂസിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും ആദ്യ ശനിയാഴ്ച വണക്കത്തിന്റെ ആഹ്വാനം ചെയ്യുന്നതും. 100ാം വയസ്സിൽ ഒരു മാമോദിസ സ്വീകരണം. 100 വയസ്സുകാരനായ ജോസ് ഫ്രാൻസിസ്കോയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അവിസ്മരണീയമായിരുന്നു. പോർച്ചുഗലിലെ ചർച്ച് ഓഫ് ഡോസ് ഫ്രോംബോസിൽ വെച്ച് അടുത്തിടെ 100 വയസ്സുകാരനായ അദ്ദേഹം മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമായി. അതേ ദിവസം തന്നെ സ്ഥൈര്യലേപനം സ്വീകരിച്ചു. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനും അതേ നിമിഷങ്ങൾ തന്നെ സാക്ഷ്യം വഹിച്ചു. 6 പെൺമക്കളുടെ ഒരു മകന്റെ പിതാവായ ജോസ് കൃഷിക്കാരനാണ്. മക്കൾക്കെല്ലാം മാമോദിസ നൽകിയെങ്കിലും അദ്ദേഹം മാമോദിസ ഇതുവരെയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാമോദിസ സ്വീകരിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ദശകങ്ങളായി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അടുത്തിടെ റോട്ടറി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. അതിലെ അംഗങ്ങളോടാണ് മാമോദിസ സ്വീകരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം ആദ്യമായി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് മാമോദിസ സ്വീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഇപ്പോഴും വൈകിട്ടില്ല എന്നാണ് 100ാം വയസ്സിൽ മാമോദിസ സ്വീകരിച്ചതിനെ കുറിച്ച് ജോസിന്റെ പ്രതികരണം. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇനി അടുത്ത ചൊവ്വാഴ്ച. നന്ദി.